ഹായ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പ്രഥമൻ പായസമായിട്ടാണ്. എനിക്ക് അറിയാവുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എന്തായാലും വിഷുവല്ലേ വരുന്നത്, അപ്പം നമുക്കും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് 200 ഗ്രാം പരിപ്പാണ്. ചെറുപയർ പരിപ്പാണ് ഇത്. പരിപ്പ് നന്നായി ചുവക്കെ വറുത്തെടുക്കണേ. വറുത്തെടുത്ത ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി കുക്കറിൽ ഒരു 8-10 വിസിൽ വരുന്നത് വരെ എന്തായാലും വേവിച്ചെടുക്കണേ. പിന്നെ പായസത്തിൻ്റെ മധുരത്തിന് ആവശ്യമായി നമുക്ക് വെല്ലമാണ് ഉപയോഗിക്കുന്നത്, പഞ്ചസാരയല്ല. 4 കഷ്ണം വെല്ലം കുറച്ച് വെള്ളത്തിലിട്ട് നല്ലവണ്ണം മെൽട്ടാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ആദ്യം ഒന്ന് വിസിലടിച്ച ശേഷം വെന്തിട്ടില്ല, രണ്ടാമതും നമ്മൾ കുക്കറിലിട്ട് വേവിച്ചതാണ് ഇത്. അങ്ങനെ പരിപ്പൊക്കെ നന്നായി വെന്തിരിക്കുന്നുണ്ട്. അങ്ങനെ പരിപ്പിൻ്റെ കൂടെ വെള്ളവും ചേർത്ത് കൊടുത്തു വീണ്ടും നന്നായി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായി പരിപ്പ് വെന്തിരിക്കണ്ടേ. അങ്ങനെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് വിഷു ആകുമ്പോൾ അയൽവാസികളെല്ലാം പായസം കൊണ്ട് തരും. അതൊക്കെ എന്തായാലും നമ്മളൊന്നും ഉണ്ടാക്കി കഴിച്ച് നോക്കണ്ടേ, അതേ ടേസ്റ്റ് കിട്ടുമെന്ന് നമുക്ക് അറിയണമല്ലോ. പിന്നെ അതിന് ആവശ്യമായ പാലും ഒഴിച്ചു കൊടുത്തു. വീണ്ടും കുറുകാൻ വെച്ചു. പാല് തേങ്ങാപ്പാലല്ല, നമ്മൾ മിൽമ പാലാണ് ഉപയോഗിച്ചത്. സാധാരണ തേങ്ങാപ്പാലിലാണ് നമ്മൾ ഉണ്ടാക്കാറ്. മിൽമ പാലിനേക്കാൾ ടേസ്റ്റ് തേങ്ങാപ്പാലിനെ കൊണ്ട് ഉണ്ടാക്കിയാലൊന്നും നന്നായിട്ട് അറിയാനിട്ടല്ല, പക്ഷെ തേങ്ങ ചിരണ കുറച്ച് മടിയായതുകൊണ്ട് മാത്രം നമ്മൾ പാലെടുത്തതാണ്. അങ്ങനെ നമ്മളെ പായസമൊക്കെ വെന്തു. പിന്നെ ചെറിയൊരു ചീനച്ചട്ടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു. അതിലേക്ക് ആദ്യം അണ്ടിപ്പരിപ്പിട്ട് നന്നായി ചുവപ്പ് കളറാവുന്നവരെ വഴറ്റി കൊടുത്തു. അതിന് ശേഷം കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് വഴറ്റിയ ശേഷം നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചൂടോട് കഴിക്കുന്നതാണോ അല്ല നന്നായി തണുത്തിട്ട് കഴിക്കുന്നതാണോ എല്ലാവർക്കും ഇഷ്ടം. ഇനി നിങ്ങളിഷ്ടം പോലെ കഴിച്ച് നോക്കിക്കോളൂ കേട്ടോ.